ഇതിൻ്റെ ചെറുത് കോർത്തിട്ടാൽ വാള എവിടെ ഉണ്ടെങ്കിലും വന്നടിക്കും. ക്രിയേറ്റീവ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടും പരിസരമൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അത് വ്യൂസിനും ഒക്കെ നമുക്ക് മനസ്സിലാവും ഈ സ്ഥലം ഏതാണ്. ഒരു അത്യാവശ്യം ഒരു ഫേമസ് ആയ ഒരു യൂട്യൂബറുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ വീടൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, ആളാരാന്ന് മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും ഞാൻ നേരിട്ട് ആളെ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ വീടും ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബറുടെ വൈഫ്, മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം നമ്മൾ ആളെ കാണിച്ചു തരുന്നതായിരിക്കും. അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പം പാപ്പം അങ്ങനെയാണ് അമ്മ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം അമ്മയെ കാണുമ്പോൾ തന്നെ അറിയാം, വീഡിയോയിലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ആളാണ്. നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അമ്മയെ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോയിൽ ഉടനീളം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ താരങ്ങളൊക്കെ പുറകെ വരുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ ആളെ കാണിച്ചിട്ടില്ല. എന്നാലും നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കും. കാരണം വീടും പരിസരവും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആളെ കാണുന്നില്ലല്ലോ, ഇപ്പൊ വരും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആള് വരുന്നുണ്ട് കേട്ടോ, മന്ദം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എർത്ത് ലവേഴ്സ് മീഡിയയുടെ പ്രിയങ്കരനായ ജിനു KG ആണ് ഇന്ന് നമ്മള് ഉറപ്പാണുള്ളത്. നമസ്കാരം. ഇന്നത്തെ കാലത്ത് കൈകൂപ്പാ ശീലിക്കണം, ക്ഷയിക്കാൻ കൊടുക്കാൻ പാടില്ല. അമ്മേ അപ്പുറം കുറച്ച് മീൻ വെട്ടുന്നുണ്ടായിരുന്നേ. അപ്പം അമ്മ അങ്ങോട്ട് വിളിച്ച് ഇവരിന്ന് വന്നിട്ടുണ്ടല്ലോ, അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ ഏത് തരം മീൻ കറി വെക്കണം വറക്കണമെന്നാണ് അമ്മ ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്താ പരിപാടി വെച്ചാൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. എന്നാൽ നമ്മളുമായിട്ട് മീൻ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല കരിക്കൊക്കെ വെട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഒരു സ്വീകരണം തന്നു. ഇതാണ് എൻ്റെ ഭാര്യ ആർഷ ജിനു. ഇത് മൂത്താള് അച്ചു എന്ന് വിളിക്കും, ജുവാന എന്നാണ് പേര്. ഇത് രണ്ടാമത്തെ ആൾ. അതായത് സമയം അധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ, 1 മിനിറ്റ് വ്യത്യാസമുള്ളൂ, 2 മിനിറ്റ്. ഇത് ജിയാന, ഞങ്ങൾ അനു എന്ന് വിളിക്കും. ആണോ? ഒരാൾക്ക് അമ്മയുടെ ഷേപ്പ്, ഒരാൾക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഒരാൾക്ക് അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. ഇത് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ പെങ്ങളാണ്, മാർക്കറ്റ് ഹോമാണ്. ഫിഷിങ്ങിന് വേണ്ടി നമുക്ക് നമ്മളും ഫിഷിങ് ചെയ്യുന്ന ആളാണ്. അതുപോലെ നമ്മുടെ എർത്ത് ലവേഴ്സ് മീഡിയയും ഫിഷിങ്ങിൻ്റെ തന്നെ ആളാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ ചെയ്ത് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിനായിട്ട് പോകാം അല്ലേ? ഫിഷിങ്ങിനൊക്കെ പോവാം. മീനിൻ്റെ കാര്യമാണ്, നമ്മൾ എടുത്തു വെച്ചിട്ട് പിടിച്ചു വെച്ചിട്ട് എടുക്കണമെന്നൊക്കെയല്ല. മീൻ കിട്ടുമല്ലോ പറയാൻ പറ്റില്ല. അതും ജീവനുള്ളതാണ്, രക്ഷപ്പെടാനുള്ള പല പണിയും നടക്കുന്നത്. നമ്മളതിനെ കുടുംബം വെച്ച് പിടിക്കും. അപ്പോൾ നമുക്ക് പോവാം. ശരി, വല എടുക്കാം. അവിടെ ഒരു മോട്ടോർ. അല്ല, ഇതൊന്ന് കാണിച്ചാൽ. അപ്പോൾ ഇവിടെ വാളയൊക്കെ പിടിക്കുന്നതാണ്, ഇവരെന്നും വൈകുന്നേരം പോയി പിടിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വാളയ്ക്ക് വേണ്ടിയിട്ടുള്ള തീറ്റയൊക്കെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാവേ. നമ്മളിന്ന് വൈകിട്ട് വാള കെട്ടാൻ പോകാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നമ്മളതിന് വേണ്ടി കുറച്ച് തീറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. തീറ്റ കാണിച്ചു തരാം. നല്ല ഫ്രഷ് ലൈവ് മീനാണ്. തുറന്ന് കളിക്കുക. ഇതാണ് ആരകൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന, പല സ്ഥലങ്ങളിൽ ആരോന്നോ ആരെന്നോ ഒക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ചെറുത് വാള പിടിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറുത് കോർത്തിട്ടാൽ
വാള എവിടെ ഉണ്ടെങ്കിലും വന്നടിക്കും. ഇതാണ് ഇതിൻ്റെ ഇര. ഞങ്ങൾ വൈകിട്ടൊരു 6-6:30 ആകുമ്പോൾ പോയി കെട്ടും. പിറ്റേ ദിവസം പോയി എടുക്കും. നമ്മൾ സാധാരണ മീൻ പിടിക്കുന്ന ഉറങ്ങിയ മീൻ പിടിക്കുന്ന കേട്ടോ. കാരണം നമ്മൾ ചൂണ്ട കെട്ടിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങും. മീൻ അടിക്കുമ്പോൾ നമ്മൾ പോയി എടുക്കും. ഇത് മക്കളാ. ചൂരയോ ചൂരയോ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഈ കടമീനൊന്നും കിട്ടത്തില്ല. ഞങ്ങൾക്ക് വല്ലപ്പോഴും കടമീൻ കൊണ്ടു തരുന്ന അച്ചായനാണിത്. ചൂര, മത്തി, കാന, അയില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അത് വള്ളാത്തുരുത്തിലുള്ള വള്ളംകളി നടക്കുന്ന സ്ഥലത്തുള്ള അച്ചായനാണ്. നമ്മളിവിടുന്ന് പിടിക്കുന്ന മീനെ ഇവിടേക്ക് കളഞ്ഞാൽ മിക്കവാറും എനിക്കങ്ങനെ മീൻ കിട്ടിയിട്ടില്ല. പിന്നീട് ഇവൻ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും, എടാ പ്രശ്നമാണ്, ആർക്കോ നമ്മുടെ ജനുബ്രോ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ വലയോ ചൂണ്ടയോ ഒന്നും വേണ്ട, വെറുതെ വെള്ളത്തിലിറങ്ങി കൈ കൊണ്ട് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെള്ളത്തിൽ പോയി കൈ കൊണ്ടൊരു മീനെ പിടിക്കാൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ അതിന് പ്രത്യേകം കഴിവൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിനകത്ത് സത്യം ഉണ്ടോ എന്ന്. പക്ഷേ ഇത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും വെറുതെ കൈ കൊണ്ട് ചോറ് ഇങ്ങനെ പിടിച്ച് കൈക്കകത്ത് വന്ന് കയറുന്ന മീനെ പിടിച്ചിങ്ങനെ തുരുതുര എറിയുവാണ്. അപ്പോൾ ഒരു ചെറിയ കുറഞ്ഞ നിമിഷത്തിനുള്ളിലാണ് ഇത് ഇത്രയും മീൻ ഇവിടെ പിടിച്ചേക്കുന്നത്.
അങ്ങനെ ഓർത്ത് ഓരോ ടൗണാണ് ഓരോ ടൗണാണ് ഞാനായിരിക്കും ചിലപ്പോൾ വ്യക്തിയിൽ നമ്മുടെ അതിഥികൾക്ക് വേണ്ടി ഒരു ചെറിയ ഭക്ഷണ സൽക്കാരമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. അന്ന് തന്നെയല്ല, ആര് വന്നാലും നമ്മുടെ വീട്ടിൽ എപ്പോൾ വന്നാലും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഭക്ഷണത്തിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ചെറിയ എന്ന് പറഞ്ഞു, അത് ഞാൻ തിരുത്തുവാണ്. അത്ര ചെറുതൊന്നും അല്ല, വലുത് തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ട് സത്യം പറഞ്ഞാല്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് ഇവര് പിടിച്ചുകൊണ്ട് വന്ന മീനും അതുപോലെ തന്നെ മോരുകറി ഇതെല്ലാം ഒന്ന് കാണിക്കാൻ കേട്ടോ. കഴിക്കുന്നതിന് കഴിക്കാം, കൈയിട്ടാ പിന്നെ കിട്ടുകയില്ല. ഇത് വലുതാന്ന് പറയണ്ട, ചെറുത് തന്നെയാണ്. കാരണം ഇതിലൊന്നും പണം മുടക്കില്ലാത്ത മീനുകളാണ് ഇതില്ല. അപ്പൊ നമുക്ക് എത്ര വേണേലും പണം മുടക്കില്ലെങ്കിൽ ഇതിനകത്ത് അധ്വാനം ഉണ്ടല്ലോ. അധ്വാനം അപ്പൊ എന്നോടല്ല, നിങ്ങളോടാണ്. കണ്ടാലും അറിയില്ലേ? നമ്മളക്കരെ സജീവനായിട്ടിരിക്കാൻ പോയിരുന്നിട്ട് നമ്മൾ വലയിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മളവിടെ ഇരുന്നില്ലേ? അച്ഛൻ പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ ഇരുന്നില്ലേ? എന്തൊരു സുഖമായിരുന്നല്ലേ ഇവിടെ ഇരുന്നിട്ട്. കൊറേ പറഞ്ഞു പോവാന്ന്, എന്നിട്ട് നമ്മൾ എനിക്കില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന ക്രിയേറ്റീവ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനും വരാനുണ്ടായ കാണിച്ച മനസ്സിനും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. കുട്ടനാട് കാണാനും അതിൻ്റെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് കാണാനും നമുക്ക് ഭാഗ്യമുണ്ടായി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനേ പറയാറുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക തന്നെ വേണം. അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഞങ്ങൾ വന്നതിൽ ഉള്ള സന്തോഷവും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്താൻ. അപ്പം ഞങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ജിനു ബ്രോയുടെ എർത്ത് ലവേഴ്സ് മീഡിയ എന്ന ചാനൽ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.